19 മോഡൽ 20 രജിസ്ട്രേഷൻ. അതെ 20 രജിസ്ട്രേഷനും ഉണ്ട്. കൊള്ളാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? ടോപ്പ് എൻ്റെ വണ്ടി. അതെ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. ഓടിയതോ ബ്രോ? ഇല്ല, ഇത് ഫുൾ ഓപ്ഷൻ അല്ല. ഫുൾ ഓപ്ഷൻ തൊട്ട് മുകളിലത്താണ്. കാരണം വെച്ചാൽ സ്പോർട്സ് ആയിരിക്കും ഫുൾ ഓപ്ഷൻ വരിക. എയർ ബാഗ് വരുന്നുണ്ട്. അതല്ല, ഇതിപ്പോ മാഗ്ന പ്ലസ് അല്ല. മാഗ്ന പ്ലസ്. അത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ 1000 cc വരുന്ന വണ്ടിയാണ്. അത് വളരെ കുറവാണല്ലേ? നമുക്കൊരു 5,400 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഹൈറ്റിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിലയില്ല ഡൈലേ. ഡെലിവറി വരുന്നത് 2022 4 മാസം അല്ലേ? 22 വണ്ടി കേട്ടോ. ഒരു കുറ്റം പറയാനില്ല. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കാണിക്കുമ്പോൾ മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ കാണിക്കാറുള്ളൂ. അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ സെയിലിന് ഒരു വെക്കാറുള്ളൂ കേട്ടോ. ഞാൻ എന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂരുള്ള നമ്മുടെ A1 യൂസ്ഡ് കാർസിലാണ്. A1 യൂസ്ഡ് കാർസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു വണ്ടികൾ പോലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ ഒരുവിധം വണ്ടികളെല്ലാം സെയിലായി പോകാറുണ്ട്. അത് വണ്ടികളുടെ ക്വാളിറ്റിയും നല്ല വണ്ടികൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്രയും കൂടുതൽ സെയിൽ വരാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് കിടിലം വണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ചധികം വണ്ടികൾ കാണിക്കാൻ നമുക്ക് വേഗം എന്ന് പറഞ്ഞു കേട്ടോ. രതീഷ് ബ്രോ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ള പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളല്ലേ ഉള്ളൂ? ഓൾമോസ്റ്റ് അതേ ഉള്ളൂ. അങ്ങനത്തെ വണ്ടികൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ അല്ലേ? ഓക്കെ, അതാകുമ്പോൾ പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. കൊടുക്കാൻ പറ്റും. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോലെ ഓൾമോസ്റ്റ് 10-30 വണ്ടികളും ഉണ്ടല്ലോ. ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ ഒരു ഈക്കോ ആണ്. ഈക്കോ ഏതാ മോഡൽ? 2017 മോഡൽ വണ്ടി. 17 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഓടിയതൊക്കെയോ? ഓടിയത് 62,000 കിലോമീറ്റർ. 62,000 അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? 17 62,000. പിന്നെ പെട്രോൾ ആണ്. വേറെ കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിൽ CNG ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, CNG ചെയ്തില്ല. പെട്രോൾ ആണല്ലേ? CNG കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പിന്നെ അതിലൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലേശം മൈലേജ് കുറവായിരിക്കും. 15-നുള്ളിൽ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ 17 മോഡലും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക, ഇതിൽ നമുക്ക് വാറണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മളിപ്പം പുതിയ ഇത് വെച്ച് നമ്മളിപ്പം ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന എല്ലാ വണ്ടികളും 2015 ശേഷം എല്ലാ വണ്ടികളും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ പിന്നെ വേറെ എന്ത് വേണമല്ലേ? അതും ലോ കിലോമീറ്റർ നല്ല വണ്ടികളാകുമ്പോൾ പിന്നെ പേടിക്കാനും ഇല്ല. ഓക്കെ, 17 വണ്ടി 60 സംതിങ് ഓടിയ വണ്ടി എന്ത് വിലയ്ക്ക് കൊടുക്കുക? നമുക്കൊരു 3,45 കൊടുക്കാം. 3,45. കൊള്ളാട്ടോ. നല്ല ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തായാലും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ടിന്റെ കേസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും. അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ 2020 ഓട്ടോമാറ്റിക് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 57,000 കിലോമീറ്റർ. 57 ഓടിയുള്ളൂ അല്ലേ? VXA ആയിരിക്കും അല്ലേ? VXA ആണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്ന് പറഞ്ഞാൽ കേട്ടോ. എല്ലാത്തിലും ഞാൻ ചോദിക്കുന്നില്ല. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരട്ടെ. ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വന്ന അതേ കണ്ടീഷനിൽ ഒന്നും ചെയ്തിട്ടില്ല. ആ സീറ്റ് കവർ പോലും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. ഒക്കെ ആ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ അപാകതകളൊന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ഇതെല്ലാ വണ്ടിക്കും ഏകദേശം ഒരു 70% മുകളിൽ ടയർ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6,10 കൊടുക്കാം. 6,10. 19 VXA അല്ലേ? 19 മോഡൽ 20 രജിസ്ട്രേഷൻ. അതെ 20 രജിസ്ട്രേഷനും ഉണ്ട്. കൊള്ളാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് മാത്രമല്ല പെട്രോൾ ആണ്, VXA ആണ്, ഓട്ടോമാറ്റിക്കും കൂടിയാണ്. 6,10 അത് കുറയൂലേ? ചെറിയ വണ്ടി ചെയ്ത് കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൂടി. അടിപൊളി കേട്ടോ. ഇഗ്നിസ് ആണെങ്കിലോ? ഇഗ്നിസ് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ ആൽഫ ഓട്ടോമാറ്റിക്. 2021 ഓട്ടോമാറ്റിക് ആൽഫ അല്ലേ? ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? അതെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. ഓടിയതോ ബ്രോ? ഓടിയത് 50,000 കിലോമീറ്റർ. 50 ഒക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികളൊന്നും ഇവിടെ ഇല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ വണ്ടികളാകുമ്പോൾ ആ ഒരു ക്വാളിറ്റി വണ്ടിയൊക്കത്തിനും ഉണ്ടാവും. ഇതിൽ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് അല്ലേ? 90% ടയർസ് ഉണ്ട്. പിന്നെ വേറെ അപാകത ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. വില നമുക്ക് 6,60 കൊടുക്കാം. 6,60 കുറെ ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും 2021 വണ്ടിയാണ് അല്ലേ? 21 വണ്ടി. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചറും വരും. 6,60 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ അല്ലേ? ഓക്കെ, വിത്ത് 1 ഇയർ വാറണ്ടിയാണ്. നോക്കിക്കോളൂ. അതുപോലെ തന്നെ നിയോൺ ആണെങ്കിലോ? നിയോൺ 2016 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടി വണ്ടി. 70. ഇപ്പൊ 16 ആയതുകൊണ്ട് 1 ഇയർ വാറണ്ടി കൊടുക്കാം. കൊടുക്കാം അല്ലേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചാൽ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് മാഗ്നം പ്ലസ് അല്ലേ? മാഗ്നം പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗും മ്യൂസിക് സിസ്റ്റവും മാത്രമേ വരുള്ളൂ അല്ലേ? പിന്നെ പവർ വിൻഡോസ് ഇല്ല, ഇത് ഫുൾ ഓപ്ഷൻ അല്ല. ഫുൾ ഓപ്ഷൻ തൊട്ട് മുകളിലത്താണ്. കാരണം വെച്ചാൽ സ്പോർട്സ് ആയിരിക്കും ഫുൾ ഓപ്ഷൻ വരിക. എയർ ബാഗ് വരുന്നുണ്ട്. അതല്ല, ഇതിപ്പോ മാഗ്ന പ്ലസ് അത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ 1000 cc വരുന്ന വണ്ടിയാണ്. അത് വളരെ കുറവാണല്ലേ? അത് കാണലില്ല അധികം. അപ്പൊ എന്തായാലും ഇത് 800 cc വരുന്ന മാഗ്ന പ്ലസ് നല്ല വൃത്തിയുള്ള വണ്ടി. 70 ഓടിയിട്ടുണ്ട് അല്ലേ? ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ?
ഹിസ്റ്ററി ഇതിൽ 50,000 കിലോമീറ്റർ ഷോറൂം ഹിസ്റ്ററി കേട്ടോ. അതിന് ശേഷം പുറത്തുനിന്ന് സെക്കൻഡ് കിലോമീറ്റർ ജെനുവിൻ അല്ലേ? ജെനുവിൻ ആണ്. വിലയോ? വില നമുക്ക് 2,20 കൊടുക്കാം. 2,20 16 വണ്ടി അല്ലേ? 16 വണ്ടി. ക്വാളിറ്റി ഉണ്ട്. എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 2,20,000 രൂപയ്ക്ക് വിത്ത് 1 ഇയർ വാറണ്ടി അല്ലേ? അടിപൊളി കേട്ടോ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ബലേന ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഇത് 2018 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. 50 ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഓട്ടോമാറ്റിക് ആണ്. അതാണ് ഞാൻ ഈ 18 ഓട്ടോമാറ്റിക് വരുമ്പോൾ CVT അല്ലേ വരിക? നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? CVT വണ്ടി എന്ന് പറയുമ്പോൾ പിന്നെ ഇതിൽ AMT വരുന്നുണ്ട്. ഈ CVT ആണ് കുറച്ചും കൂടി ഓടിക്കാൻ അടിപൊളി, കംഫർട്ട്നെസ് കൂടുതൽ. അതെ. ഇന്റീരിയർ ഒന്ന് കാണിച്ചാൽ കേട്ടോ. ഇന്റീരിയറൊക്കെ അന്നത്തെ ആ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി വന്നത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഭാഗത്താ ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? പിന്നെ റെഡ് കളറാണ്, ഒരു ഹൈലൈറ്റഡ് കളറാണ് അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം. അൽഫയാണെന്നുള്ളതാണ് മെയിൻ ഗുണം. മോഡൽ ഏതെന്ന് പറഞ്ഞാൽ 18 മോഡലാട്ടോ. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ. വിലയോ? 6,3 കൊടുക്കാം. 6,75,000. അത് നെഗോഷ്യബിൾ ആവില്ലേ? എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കാം അല്ലേ? ഈ i20 ആണെങ്കിലോ? 2019 വണ്ടി, 19 ആണ്. സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ. 65 മാഗ്ന അല്ലേ? ഇതിനകത്ത് അലവിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല 4 ടയറും കിടപ്പുണ്ട്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. 18 അല്ലേ പറഞ്ഞേ? 19 പെട്രോൾ അല്ലേ? പെട്രോൾ 65,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. 65 ഓടിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും വലിയ ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റില്ല. 19 വണ്ടിയും കൂടിയാണ്. മാഗ്ന ആയതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അല്ലേ? പിന്നെ ന്യൂ ഷേപ്പ് വരും അല്ലേ? ന്യൂ ഷേപ്പ് ആണ്. ഇത് നമുക്ക് എന്താ പ്രൈസ്? നമുക്കൊരു 5,400 കൊടുക്കാം. 5,20,000 രൂപയ്ക്ക് കൊടുക്കാം. i20 ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിലയില്ല ഡൈലേ. സ്വിഫ്റ്റിന്റെ വില പോലും ഇല്ല. നമുക്ക് റേഞ്ച് കിട്ടുന്ന ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അല്ലേ? വിത്ത് 1 ഇയർ വാറണ്ടി. അടിപൊളി കേട്ടോ. റീപ്ലേസ് ഒന്നുമില്ല. അത് ക്ലീൻ പീസ് വണ്ടിയാണ്. ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഹ്യുണ്ടായിന്റെ ഷോറൂം കൂടെ അടുത്ത് തന്നെയാണ്. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരുവിധം എല്ലാ ഷോറൂമുകളും ഉണ്ട്. ഇൻഡസ് ഉണ്ട്, പോപ്പുലർ ഉണ്ട്, പിന്നെ ഹ്യുണ്ടായിനെ ഉണ്ട്. എല്ലാ ഷോറൂമും ഉണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ദൂരെ ഒന്നും കൊണ്ടുപോകണ്ട. ഇല്ല, ആവശ്യമില്ല. ഇത് ഹിസ്റ്ററി ഒക്കെ കിട്ടൂലേ? ഹിസ്റ്ററി കിട്ടും. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 1/11/2019 19 ലാസ്റ്റ് വണ്ടിയല്ലേ? അടിപൊളി കേട്ടോ. 5,25,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ചെറിയൊരു ചെയ്ത് കൊടുക്കാം. അത് ചെയ്യണം കേട്ടോ നിങ്ങള്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വന്നവർക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സെലറി ആണെങ്കിലോ? ഇത് 2017 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, ZXi മാനുവൽ വണ്ടി. ZXi മാനുവൽ ആണ് അല്ലേ? ZXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. 2017 അല്ലേ? ഓക്കെ, 17 എത്ര ഓടിയിട്ടുണ്ട്? 17 61,000 കിലോമീറ്റർ. ഓ, അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അതും ഇന്ത്യയിലൊക്കെ അടിപൊളിയാട്ടോ. ഒരു കുറ്റം പറയാനില്ല. നല്ല നീറ്റാണ്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്കൊരു 3,900 കൊടുക്കാം. 3,900. 17 അല്ലേ? 17 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ലോ കിലോമീറ്റർ സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. 3,900. അതും അതിലും കുറഞ്ഞ് തരും, നെഗോഷ്യബിൾ ആക്കി തരും അല്ലേ? അതുപോലെ തന്നെ ഈ വേഗണർ ആണെങ്കിലോ? 2022 വണ്ടി, 1 ലിറ്റർ 33,000 കിലോമീറ്റർ വണ്ടി. മാനുവൽ അല്ലേ? 1 ലിറ്റർ ആണല്ലേ? കുറച്ചുകൂടി മൈലേജ് കൂടുതൽ 1.2-നേക്കാളും. അതാണ് അതിന്റെ ഒരു ഗുണം. ഇത് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി. VXi അല്ലേ? VXi ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. കമ്പനിയിൽ ഇപ്പോൾ നിലവിൽ അണ്ടർ വാറണ്ടിയിലാണല്ലേ? അത് കൊള്ളാം കേട്ടോ. ഇത് ഡെലിവറി എപ്പോഴാണ് പറഞ്ഞത് നമ്മള്? ഡെലിവറി വരുന്നത് 2022 4 മാസം അല്ലേ? 22 വണ്ടി കേട്ടോ. ഓടിയത് എത്ര പറഞ്ഞല്ലോ? ഓടിയത് വരുന്നത് 33,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഓ, 33 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല വൃത്തിയുണ്ടോ വണ്ടി? വേറെ കുറ്റമൊന്നും പറയാനില്ല. ഇത് പ്രൈസ് വരുന്നത് നമുക്കൊരു 5,40 കൊടുക്കാം. 5,40 കൊടുക്കാം. അത് മോശമൊന്നുമില്ല കേട്ടോ. 22 വണ്ടിയാണ്. അത് 1 ലിറ്റർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 5,40,000 രൂപ. ലോ കിലോമീറ്റർ വണ്ടി കമ്പനി വാറണ്ടിയാണ്. വാറണ്ടി ഉണ്ട്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 5,40 കുറയും. ഉറപ്പായിട്ടും കുറയും അല്ലേ? അടിപൊളി കേട്ടോ. എന്തായാലും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഈ i20 ആണെങ്കിലോ? 2019 വണ്ടി, സ്പോർട്സ് ഓപ്ഷനിലാണ്. അത് ഓപ്ഷനിൽ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോയിലൊക്കെ സെപ്പറേറ്റ് വരും അല്ലേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇത് മോഡൽ ഏതാ പറഞ്ഞു? 2019 അല്ലേ? 19 2 വണ്ടിയായില്ലേ? ഇപ്പോൾ ഇന്റീരിയർ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഇനി ഇതിൻ്റെ അകത്ത് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്രീനൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് അല്ലേ? വേറെ എന്തെങ്കിലും അപാകത പറയാനൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല പുതിയ ടയർസ് ആണ്. കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ 50 ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്കൊരു 6,400 കൊടുക്കാം. 6,400 കൊടുക്കാം. അതെനിക്ക് തോന്നുന്നു സ്പോർട്സ് ഓപ്ഷനിലായതുകൊണ്ട് അല്ലേ? ചെറിയ മാറ്റം വരുന്നത്. അതെന്തായാലും ഇനി കുറേ ഉണ്ടാവില്ലേ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. പ്രൊജക്ടർ വരില്ലാന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അലോയിൽ അടക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പുതിയ കണ്ടീഷനിലുള്ളൊരു
നിയോസ് കൂടി കാണിച്ചു കൊടുത്താലോ? 2022 വണ്ടി, 22 12,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 22 വെറും 12 ഓടിയിട്ടുള്ളൂ അല്ലേ? അല്ലെ വീൽസും എല്ലാ സാധനവും ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. ആസ്റ്റ സോറി, സ്പോർട്സ് പ്ലസ്. വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ ഇത് എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ കമ്പനി അണ്ടർ വാറണ്ടി ഇടുന്നുണ്ട്. പുതിയ വണ്ടി എങ്ങനെയാണോ അതേപോലെ ഉപയോഗിക്കാം. അതെ, വെറും 12,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? പിന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ലേശം ലൈറ്റ് കുറവുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് ഒക്കെ വേണമെന്ന് ചോദിച്ചാൽ മതി. കാറ്റലോഗ് അയച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ അതിൻ്റെ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും അല്ലേ? നല്ല വൃത്തിക്കുള്ള കുറച്ച് ഫോട്ടോസും ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് 2022 വണ്ടി, വെറും 12,000 ഓടിയത്. വിലയോ? നമുക്ക് 6,20 കൊടുക്കാം. 6,20. പുതിയനൊക്കെ 8 മേലെ എന്തായാലും വില വരില്ലേ? ഇപ്പോൾ ഓഫറും കഴിഞ്ഞ് 8.25 ഇടുന്നുണ്ട്. ഇപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 8.25 വിലയുണ്ട്. 6,20 കേട്ടോ. അതും 22 വണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. കൂടുതൽ ഫോട്ടോസ് വേണമെന്ന് ചോദിച്ചാൽ മതി, അയച്ചു തരും. അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിലോ? 2019 സിംഗിൾ ഓണർ വണ്ടി, 52,000 കിലോമീറ്റർ. 19 സിംഗിൾ ഓണർ, വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല നീറ്റാ അല്ലേ? ഇത് വേരിന്റെ ഏതാ? ആൽഫയാ? ഡെൽറ്റയാണ്. എനിക്ക് തോന്നുന്നു ഡെൽറ്റയിൽ ഈ ഒരു മിറർ വരും അല്ല, പ്രൊജക്ടർ ഒക്കെ വരും അല്ലേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചാൽ കേട്ടോ. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. സെപ്പറേറ്റ് ഒരു സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സെപ്പറേറ്റ് സ്ക്രീനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതെ. ആ ഒരു 9 ഇഞ്ചിന്റെ സ്ക്രീൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ളി കാണിക്കുമ്പോൾ ലേശം ലൈറ്റ് കുറവുണ്ടാവും. നിങ്ങളൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഫോട്ടോസ് ഒക്കെ അയച്ചു തരും. എക്സ്ട്രാ 2 ടയേഴ്സ്, പുതിയ ടയേഴ്സ് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ 4 ടയറും പുത്തൻ ടയറും തന്നെ പറയാം അല്ലേ? ഇതിപ്പോ മോഡൽ ഏതായിരുന്നു? 2019. ഓടിയത് 52,000 കിലോമീറ്റർ. 52,000. പെട്രോള് മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. എന്താ വില വരുന്നത്? നമുക്കൊരു 6,20. 6,20. അത് ഉണ്ടാവോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? 6,20,000 രൂപ. ഇത് ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. അതും 19 മാനുവൽ, 50 സംതിങ് ഓടിയിട്ടുള്ളൂ അല്ലേ? നമുക്ക് ആൾ വന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ഇതാണെങ്കിലോ, വെന്യൂ ആണെങ്കിലോ? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, IMT വണ്ടി. IMT ആണ്. IMT എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ ഉണ്ടാവും, പക്ഷെ ക്ലച്ച് ഉണ്ടാവില്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. വേറെ കുറ്റമൊന്നും പറയാനില്ല. ഒരുവിധം ഇവിടെ ഉള്ള വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം നീറ്റാണ്. ഇത് വേരിന്റോ? ഇത് ഫുൾ ഓപ്ഷൻ SX ആണ്. സൺറൂഫ് അടക്കം വരുന്ന മോഡൽ. SX ഓപ്ഷനിലല്ലേ? ഇത് ഓപ്ഷനിലല്ലേ? ഓപ്ഷനിൽ 1 ലിറ്റർ ടർബോ. 6 എയർ ബാഗും വരും അല്ലേ? അടിപൊളിയായിട്ട്. ഇത് SX ഓപ്ഷനിലാണ് വരുന്നത്. എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആണ് കേട്ടോ. ഒരു കുറ്റവും പറയാനില്ല. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ? 24,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? വെറും 24 ഓടിയിട്ടുള്ളൂ. അടിപൊളി കേട്ടോ. പ്രൈസോ? പ്രൈസ് നമുക്ക് 8,60,000. 8,60. അതും 2020 മോഡൽ അല്ലേ? 20 മോഡൽ, 21 രജിസ്ട്രേഷൻ ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 8,60,000. IMT അല്ലേ? IMT വണ്ടി. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? സ്വിഫ്റ്റ് ഡിസയർ. ഇത് 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്ററുടെ വണ്ടി. പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടി. ഡീസൽ VDI അല്ലേ? VDI വണ്ടിയാണ് കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് ഈ 50 സംതിങ് ഒക്കെ ജെനുവിൻ ആണല്ലോ? ഹിസ്റ്ററി കൊടുക്കാം ബ്രോ. ഹിസ്റ്ററി കൊടുക്കാം അല്ലേ? കാരണം ഈ ഡീസലില് നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയല്ലേ ഇത്? അത്രയും ലോ കിലോമീറ്റർ ഒക്കെ കാണല് വളരെ കുറവാണ്. അതെ. ഇന്റീരിയർ നല്ല ക്ലീൻ ആട്ടോ, മോശമൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ്. നല്ല വൃത്തിയുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? ലോ കിലോമീറ്റർ അല്ലേ? 52,000 കിലോമീറ്റർ. 62,000. 52,000. ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമുക്ക് 6,60 കൊടുക്കാം. 6,60 കൊടുക്കാം. അടിപൊളി. അതായത് 2018 മോഡൽ ഡിസയർ, വളരെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? 6,60 നെഗോഷ്യബിൾ ആവില്ല? ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതാണെങ്കിലോ? 2017 ഓട്ടോമാറ്റിക് ഡിസയർ. പെട്രോളോ ഡീസലോ? പെട്രോൾ അല്ലേ? ZXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? നല്ല നീറ്റാണ്. അതായത് ഈ ZXi പ്ലസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റിലൊക്കെ ഒരു പ്രൊജക്ടർ വരും. അതുപോലെ അലൈവിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ തന്നെയാണുള്ളത്. ഒരു കുറ്റവും പറയാനില്ല. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ആണ്. അതും പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? കിലോമീറ്റർ എത്ര പറഞ്ഞാൽ നമ്മള്? ഇത് കിലോമീറ്റർ 50,000 അല്ലേ? ഓക്കെ, 17 വണ്ടി. 17 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി തന്നെ. അടിപൊളി കേട്ടോ. എന്തായാലും മോശമൊന്നുമില്ല, കുറ്റമൊന്നും പറയാനില്ല. നല്ല ക്ലീൻ ആണ് വണ്ടി. ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യില്ല. അല്ല, ചെറിയ ടച്ചപ്പ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ? മേജർ പെയിന്റിംഗ് ഒന്നുമില്ല. അങ്ങനെ പറയും, കസ്റ്റമറോട് പറയും. ചെക്ക് ചെയ്തോളൂ. എങ്ങനെ വേണം ചെക്ക് ചെയ്യാം? തലകുത്തി വെച്ച് വേണം ചെക്ക് ചെയ്യാം. സ്റ്റാഫിന് വിട്ടാലും നിങ്ങൾ എത്ര തവണ എത്തും, കുഴപ്പമില്ല. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 17. ഓഫർ പ്രൈസ് കൊടുക്കാം. 5,90 കൊടുക്കാം. 5,90 കൊടുക്കാം. 17 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ZXi പ്ലസ് അല്ലേ? ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? 5,90,000 രൂപ. അതും 17 മോഡൽ ഉണ്ട്. ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. ഈ ക്രെറ്റ ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. പെട്രോൾ വരുമ്പോൾ ലേശം മൈലേജ് കുറവായിരിക്കും എന്നുള്ള ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല അല്ലേ? ഇതിപ്പോ ഓടിയതൊക്കെ എത്രയാ? 48,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 48 സെക്കൻഡ് ഓണർ. അത് 1.6 പെട്രോൾ അല്ലേ? 1.6 വരുന്നതുകൊണ്ടാണ് കിലോമീറ്റർ ലേശം മൈലേജ് ഒക്കെ കുറയുന്നതുകൊണ്ടാണ് ഓട്ടം കുറയുന്നത്.
പക്ഷെ വണ്ടി നല്ല നീറ്റ് വണ്ടി കേട്ടോ, ഒരു കുറ്റം പറയാനില്ല. ഇന്ത്യയിലൊക്കെ ഇത് വേരിയന്റോ E+ ആണ്, ബേസ് വേരിയന്റ് ആണ് അല്ലേ? പക്ഷെ ഒരുവിധം സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ എല്ലാ ഫീച്ചറും വരും അല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, വേറെ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസോ? ഇത് റേറ്റ് വരുന്നത് 7,40,000 കൊടുക്കാം. 7,40. ആ 18 വണ്ടി അല്ലേ? അത് ന്യൂ ഷേപ്പ് കമ്പനി തന്നെ വരുന്നത് അല്ലേ? അടിപൊളി കേട്ടോ. എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് റേറ്റിൽ കിട്ടുന്ന സാധനം കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഒരു പുതുപുത്തൻ ക്രെറ്റ കിടപ്പുണ്ടല്ലോ, 2023 SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 23 ആണല്ലേ? 23 വണ്ടി, അതായത് പുത്തൻ വണ്ടി. എക്സാക്ട് പറഞ്ഞാൽ 26/3/2023 ഇതിന്റെ ഡെലിവറി വരുന്നത്. ഓരോ ഭാഗത്തില്ലല്ലോ, ഒന്നുമില്ല, ആക്സിഡന്റൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. XX ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. അതായത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരും അല്ലേ? എക്സാക്ട്ലി. നല്ല ക്ലീൻ ആട്ടോ വണ്ടി, ഒരു കുറ്റവും പറയാനില്ല. ആ ഒരു സ്ക്രീനും കാര്യങ്ങളെല്ലാം കമ്പനി വെച്ചത് അങ്ങനെ തന്നെ ഉണ്ട്. 6 or 7 എത്ര എയർ ബാഗ് വരുന്നത് ഇതിൽ? 6 എയർ ബാഗ് വരും അല്ലേ? ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല, പെട്രോൾ ആണെന്നുള്ളത് മാത്രം ഒരു വിഷയമുണ്ട്. പക്ഷേ വിലയുണ്ട്. ഷോറൂം റേറ്റ് വന്ന് 22.5 ലക്ഷം വരുന്നത്. 22.5 ലക്ഷം രൂപ ഈ സാധനത്തിന് വിലയുണ്ട്. ഷോറൂം റേറ്റ് ഉണ്ട്. നമ്മൾ എത്രയ്ക്ക് കൊടുക്കും? നമുക്ക് 16 കൊടുക്കാം. 16. ഏകദേശം ഒരു 5-8 ലക്ഷം രൂപേന്റെ ഡിപ്രീസിയേഷൻ, ഓൾമോസ്റ്റ് 6 ലക്ഷം രൂപയുടെ ക്ലീൻ ആയിട്ടുണ്ട്. ഫ്ലാറ്റ് തന്നെ അത്രയും വരുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കൂലേ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. 16 അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ വണ്ടി നോക്കിയോ, ഇത് ഈ നമ്പർ നോട്ട് ചെയ്തോ. നമ്പർ നോട്ട് പറഞ്ഞില്ലല്ലോ, 15,000 കിലോമീറ്റർ, വെറും 15 ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതായത് നിങ്ങൾ ഒരു 12-13 മാക്സിമം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതൽ കിട്ടൂല. ഈ 2 വണ്ടി അങ്ങനെ തന്നെയാണ് അവസ്ഥ വരിക. മാക്സിമം കുറയ്ക്കാനുള്ള കുറച്ചും കൊടുക്കുക അല്ലേ? എന്തായാലും നോക്കിക്കോളൂ, ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല അടിപൊളി ഒരു ഗ്ലാൻസ് കാണിച്ചു കൊടുത്താലോ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, 19 മോഡൽ 20 വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ്, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒരു കുറ്റവും പറയാനില്ല. 38,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 38 ഓടിയിട്ടുള്ളൂ. ഇത് പെട്രോൾ ആണ്, ഡീസൽ ഒന്നും വരില്ല, ഗ്ലാൻസ് ആയതുകൊണ്ട് അല്ലേ? ബോഡി വൈസ് ഒന്നും ഒരു കുറ്റമില്ല കേട്ടോ. ഈ 38ന്റെ ഹിസ്റ്ററി കറക്റ്റ് കൊടുക്കാലോ അല്ലേ? അതിൽ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് കേട്ടോ. ആണോ? കോ ഡ്രൈവർ സൈഡ് അല്ലേ? ഡോർ റീപ്ലേസ് ഉണ്ട്. കമ്പനി തന്നെയാ? കമ്പനി തന്നെയാണ്, ഹിസ്റ്ററി ഉണ്ട്. ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഡോറിന്റെ? ഡോർ മാത്രം. അപ്പൊ എന്തെങ്കിലും സ്ക്രാച്ച് കൂടിയാണ് സാധ്യത, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. കാരണം ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ അത് നേരെ കൊണ്ടുപോയി ക്ലെയിം ചെയ്ത് മാറ്റുള്ളൂ അല്ലേ? 19 മോഡലാണ്, ഗ്ലാൻസി ആണ്, നല്ല അടിപൊളി സാധനമാണ്. എന്താ വില വരുന്നത്? 6,45 കൊടുക്കാം. 6,75,000 രൂപയ്ക്ക് ക്ലെയിം വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ, അതും വി ആണെന്ന് തോന്നുന്നു ഓപ്ഷൻ. അടിപൊളി. അതുപോലെ തന്നെ സെയിം സാധനം ബലേനോ, ഇതോ 2021 ഡെൽറ്റ. 21 ഡെൽറ്റയാണ്. ഡെൽറ്റ വരുമ്പോൾ ശരിക്കും ഇപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ആണോ അതോ മിഡിൽ ഓണോ കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ? കാരണം ഈ ഒരു പ്രൊജക്ടർ ഒക്കെ വരുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്, വേറെ കുറ്റമൊന്നും പറയാനില്ല. അതുപോലെ തന്നെ 41,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 41,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 41 ഓടിയുള്ളൂ അല്ലേ? നല്ല ക്ലീൻ ആട്ടോ വണ്ടി. ഡെൽറ്റയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാവിധ ഫീച്ചേഴ്സും വരും. സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അലോയിൽ മാത്രം ചെയ്താൽ മതി, അത് മാത്രമേ ഇല്ലാത്തുള്ളൂ. വിലയോ? വില നമുക്ക് 6,60 കൊടുക്കാം. 6,60,000 രൂപ. അത് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? അത് 21 വണ്ടി, ക്ലീൻ വണ്ടി അല്ലേ? ഡെൽറ്റയാണ്. നോക്കിക്കോളൂ, ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുത്തൂടെ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് 50,000 ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഒരുവിധം എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 15 മോഡലിന് മേലെ ആയതുകൊണ്ട് തന്നെ 1 ഇയർ വാറണ്ടിയും കൊടുക്കും. കമ്പനി വാറണ്ടി ഇല്ലാത്ത പ്രൊവൈഡ് ചെയ്യാത്ത വണ്ടികൾക്ക് നല്ല വാറണ്ടി കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഏറ്റവും പുതിയ മോഡൽ ഗ്ലാൻസാന്റെ പുത്തൻ വണ്ടി, ഫുൾ ഓപ്ഷൻ അല്ലേ? ന്യൂ ഷേപ്പ്. 2023 20,000 കിലോമീറ്റർ വണ്ടി. 20,000. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതായത് 23 എന്ന് പറയുമ്പോൾ ഏറ്റവും പുത്തൻ വണ്ടിയാണ് കേട്ടോ. എന്തെങ്കിലും സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇനി ഇന്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരട്ടെ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചറും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും, ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതും വി ആയിരിക്കും അല്ലേ? വി ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ടൊക്കെ എല്ലാ സാധനം ഉണ്ട് അല്ലേ? ഇതിൽ വേറെ ഒരു ഭാഗത്ത് ഇല്ലല്ലോ അല്ലേ? വേറെ ഒറ്റ ഭാഗത്തില്ല. ക്ലീൻ വണ്ടി ഹിസ്റ്ററി കൊടുക്കാം. വിലയോ? നമുക്ക് 9,40 കൊടുക്കാം. 9,40. പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? 11,4 ഉണ്ട്. 11,20,000 രൂപ അല്ലേ? ഓക്കെ. 9,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. 2 ലക്ഷം രൂപ കുറഞ്ഞു കിട്ടും അല്ലേ? ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നല്ല ക്ലീൻ വണ്ടിയാണ് അല്ലേ? ചെറിയൊരു മാറ്റം കൊടുക്കാം. 9,40 ചെറിയൊരു മാറ്റം. അത് എന്തായാലും കുറയുന്ന ഉറപ്പല്ലേ? 9,40 വാറണ്ടി ഉണ്ട് അല്ലേ? നമ്മുടെ വാറണ്ടിയുടെ ആവശ്യമില്ല. ഇത് പ്രസ് ചെയ്ത മോഡല് 2021 വണ്ടി. 21 ആണ്. ഇത് VXI പ്ലസ് ആ? VXI. ഇതപ്പോൾ ഇത് മാറിയതാ? ഹെഡ്ലൈറ്റ് അഡീഷൻ ചെയ്തതാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പും പിന്നെ പ്ലസ് അലോയ് വീലും അഡീഷൻ ചെയ്താ അല്ലേ? ഓക്കെ. അതുകൊണ്ട് സാധാരണ ഈ VXI പ്ലസ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്, ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരും. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടല്ലോ? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ VXI പ്ലസ് ആയിരുന്ന മേബി ചെക്ക് ചെയ്താൽ കേട്ടോ. കാരണം VXI പ്ലസ്സിൽ ഈ പറഞ്ഞ പോലെ ബട്ടൺ സ്റ്റാർട്ടും ഈ പ്രൊജക്ടറൊക്കെ വരും. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 39,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 31 ഓടിയിട്ടുള്ളൂ അല്ലേ? പെട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഇന്റീരിയർ ഒന്നും മോശമല്ല, സീറ്റുകാരൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ VXI പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് കേട്ടോ. നോക്കിക്കോളൂ, ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. പെട്രോള് വണ്ടി VXI പ്ലസ് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? നമുക്ക് 8.30 കൊടുക്കാം. 8.30, 8,30,000 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? 5 പുതിയ ടയറാണ്. 5 പുത്തൻ ടയർ. ഈ സ്റ്റെപ്പിന് അടക്കം മുത്തന അല്ലേ? ഇതിപ്പോ മോഡൽ ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞത്? 2021 വണ്ടി. 21 വണ്ടിയാണ് 8.30 നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അതും 1 ഇയർ വാറണ്ടി ഉണ്ടാവും. അടിപൊളി കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലോ. ZDA പ്ലസ് ഡീസൽ. അടിപൊളി ഡീസലിൽ മെയിൻ സാധനം കേട്ടോ. അതായത് നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണ്. വേറെന്ത് വേണം അല്ലേ? എല്ലാം ഒത്തിണങ്ങിയ ഒരു വണ്ടി. AMT ആണ് വരിക. അത്യാവശ്യം വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇതിലുണ്ട് കേട്ടോ. ഇതില് ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണ്ട് മാത്രം. കമ്പനി ഹിസ്റ്ററിയാണ് 30,000 രൂപ ക്ലെയിം. ഇത് ഓടിയത് എത്ര? ഇത് 61,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? അടിപൊളി. 61,000 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ആണ്. വണ്ടി ആ ക്വാളിറ്റി ഉണ്ട്. പിന്നെന്താ, അതൊന്നും ഒരു കുറ്റം പറയാനില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. അവർ ബോണ്ടിന്റെ ഒരു റീപ്ലേസ്മെന്റ് ഒഴിച്ചാൽ വേറെ ഒരു വിഷയമില്ല അല്ലേ? ഇല്ല. അതും ZDA പ്ലസ് അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് വരില്ലല്ലോ? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ZDA പ്ലസ് ആണ്. ശരിയാ. എന്താ വില? 960 കൊടുക്കാം. 960. കുറേ ഉണ്ടാവുമോ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? 9,60,000 രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. അത് ലോ കിലോമീറ്റർ ഈ പറഞ്ഞ പോലത്തെ വണ്ടികളെ കിട്ടാൻ പാടാണല്ലേ ഇപ്പോൾ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXI ആണ്. പെട്രോൾ ആണ് അല്ലേ? 44,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അടിപൊളി. 44,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. VXI ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അലോയ് വീൽസ് ഉണ്ടാവില്ല. ബാക്കി ഒരുവിധം എല്ലാ സാധനവും ഉണ്ടല്ലേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചു കേട്ടോ. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല സീറ്റൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. 4 ടയർ ഒരു 90% തന്നെ പറയാം. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 5,20 കൊടുക്കാം. 5,20,000 രൂപ. അത് കുറയുമല്ലോ അല്ലേ? ചെയ്ത് കൊടുക്കാം. വിത്ത് വാറണ്ടി 1 ഇയർ വാറണ്ടി അല്ലേ? അടിപൊളി. 5,20,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. വിത്ത് വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ A1 യൂസ്ഡ് കാർസിലെ VDSന്റെ വണ്ടി വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടീൻ്റെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്ത് ലേസ് ഈടായി പോയി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വണ്ടീൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. ഗ്യാരണ്ടിയോട് കൂടി എടുക്കാം. അത് മാത്രമല്ല 1 ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനുമില്ല. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നമ്പർ വെച്ചിട്ടുണ്ട്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.